വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പഞ്ചാരക്കുലിയിൽ നിന്ന് വരുന്നു. ആ മേഖലയിൽ കടുവയെ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ അത്തരം വിശദാംശങ്ങൾ വരികയാണ്. ഇപ്പോൾ ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നിടെയാണ് കടുവയെ വീണ്ടും കണ്ടു എന്ന ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുണ്ട്. നേരത്തെ വനംവകുപ്പ് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിവെക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. പ്രദേശത്ത് വീണ്ടും കടുവയെ കണ്ടു. ജനവാസ മേഖലയിൽ തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മേഖലയോട് ചേർന്നാണ് കടുവാ സാന്നിധ്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്ന വാർത്ത അത്യന്തം നമ്മളെ ഭീതിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. തെരച്ചിലിനായി ഒരു സംഘം ഇറങ്ങിയ സമയത്ത് ഇത് വനമേഖലയല്ല, ജനവാസ മേഖലയാണ്. അവിടെയാണിപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അത് ഗൗരവമേറിയ വാർത്തയാണ്. സുജിത് അയ്യപ്പത്ത് അല്പസമയത്തിനകം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തത്സമയം ചേരുകയും ചെയ്യും. ഈ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ കടുവ വീണ്ടും ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് ശരിവെക്കുന്ന രീതിയിലുള്ള വാർത്തകൾ, ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നാട്ടുകാരുടെ ഒരു സംഘമുണ്ട്, ഒപ്പം വിദഗ്ധ സംഘമൊക്കെ ഉണ്ട്. അവർ പല സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ കടുവയ്ക്കുള്ള തിരച്ചിൽ നടത്തുന്നത്. അതിനിടയിലാണ് ഈ മേഖലയിൽ തന്നെ കടുവയുണ്ട് എന്നുറപ്പിക്കുന്ന പുതിയ വിവരം പുറത്തു വരുന്ന. നാട്ടുകാരാണ് ഈ കടുവയെ കണ്ട കാര്യം അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിദഗ്ധ സംഘം, പോലീസുകാർ ഉൾപ്പെടെ അവിടെയുണ്ട്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം അരുൺ സഖ്യയുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടേഴ്സ് ഉണ്ട്. കുട്ടികളുടെ പ്രതികരണം വരും. പിന്നെ അത്യാവശ്യം നമ്മളത്ര വലിപ്പമുള്ളതൊക്കെ വരും. ഓരോ വീട് അവിടെയാണ്. അവിടേക്ക് പോയതാണ്, നമ്മള് പോട്ടെ പറഞ്ഞിട്ട് പോയതാണ്. അതവന്റെ അച്ഛനാടാ. ഓല നമ്മളെ കൂട്ടുകാരാണ്. അപ്പൊ വലിയ ആൾക്കാർ എന്ന് പറഞ്ഞ അവിടെ കടുവുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങിപ്പോയതാ. ഇവരുടെ കൂട്ടുകാരായിട്ടുള്ള കുട്ടി കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. നൗഫൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ വീടിന്റെ സമീപത്താണ് ഈ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരം വ്യക്തമാവുന്നത്. അവിടേക്ക് തെരച്ചിൽ നടത്തുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊപ്പം തന്നെ പോലീസും. നാട്ടുകാർ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ആരും പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഒരു തേയിലത്തോട്ടമാണ്, തേയിലത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന വീടാണ്. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ആ ഭാഗത്തേക്ക് കടത്തിയിട്ടുണ്ട്. ആളുകൾ അവിടേക്ക് പോകരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് കുട്ടികൾ കടുവയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ആ കുട്ടികൾ കണ്ടു എന്നുള്ളതാണ്. ഓരോ വീട് അവിടെയാണ്. അപ്പൊ ആ 3 ചെക്കന്മാർ അങ്ങോട്ട് പോയി. ഇവന്റെ ഇത്താത്താണ് അവിടെ കടുവുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് ഇങ്ങോട്ട്. ആ ചെക്കന്മാർ ഇപ്പൊ കുറച്ചിട്ട് പോയിക്കോളൂ. ഇപ്പൊ കുറച്ചിട്ട് പോയിക്കോളൂ ചെക്കന്മാര്. അവിടെ ആ ഭാഗത്ത് കണ്ടു പറഞ്ഞ ഇവന്റെ വീട് അവിടെയാണ്. ഓരോ വീട്ടിൽ പോയി കൂടിയാ. ഇവരൊക്കെ പറയുന്നിരുന്നു അങ്ങനെ പോകാൻ വിളിച്ചു പറഞ്ഞ് അവിടെ കടുവ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ ഇവന്റെ ഇത്താത്ത അതിന്റെ മുമ്പാണ് ഈ ചെക്കന്മാർ പോയത്. അതിന് മുമ്പാണ് ചെക്കന്മാർ പോയത്. എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ച് കടുവയുണ്ട്. അവിടെയുള്ള ഒരു കുട്ടി കണ്ടു എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. ഇവരുടെ സുഹൃത്താണ്, ഇവരുടെ ബന്ധുവാണ് കണ്ടു എന്ന് പറയുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആളുകളും പോലീസും ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും വളരെ ഉദ്യോഗജനകമായ ഒരു നിമിഷം ഇവിടെ ഉണ്ടാകുന്നു, ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ധാരാളം ആളുകൾ ഈ തേയിലത്തോട്ടത്തിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അത്രയധികം ജാഗ്രത വേണ്ട ഒരു സംഭവമാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വിവരം ലഭ്യമാകുന്നത്. ഇങ്ങനെ നൗഫൽ എന്ന് പറയുന്ന ആളുടെ വീടിന് സമീപത്ത് ഇത്തരത്തിൽ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരം വ്യക്തമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.